1,18,00,000 ആണിപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. റിച്ച്. ജീവിതത്തിൽ ആദ്യമായി എന്നെ കോടിപതിയാക്കിയ ഇന്തോനേഷ്യയിലെ സുലാവസി ദ്വീപിലെ മക്കാസർ എന്ന ഈ പട്ടണം ഞാൻ പ്രതീക്ഷിച്ചതിലും അധികം അനുഭവങ്ങളും അത്ഭുതങ്ങളും പകർന്നു തരികയാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ ദിവസം അവസാനിപ്പിച്ച അതേ ഹോട്ടൽ റൂമിൽ നിന്ന് തന്നെ വീണ്ടും തുടങ്ങുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ ആദ്യം ഇനിയിപ്പോൾ മണി എക്സ്ചേഞ്ചിലേക്ക് നമുക്ക് പോകണം, പൈസ മാറ്റി എടുക്കണം. കയ്യിലുള്ള പൈസയൊക്കെ ഓൾമോസ്റ്റ് ഹോട്ടലിൽ റെൻറ്റോട് കൊടുത്തപ്പോഴത്തേക്കും തീരുമാനമായിട്ടുണ്ട്. അതും ഒരു മണി എക്സ്ചേഞ്ച് കണ്ടുപിടിക്കണം, അതിനുശേഷം പോർട്ടിൽ പോകണം. അത് കഴിഞ്ഞ് ടെൻറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ചധികം പരിപാടികൾ വാങ്ങാനൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, ചിലപ്പോൾ ചില മാറ്റങ്ങളുണ്ടാകും യാത്രയ്ക്ക് എന്നുള്ളത്. മാറ്റം ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ തീരുമാനമാകുന്നത്, കുറച്ചും കൂടി എക്സൈറ്റഡ് ആകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ തീരുമാനമാകുന്നത് ഇന്നത്തെ ഈ ഒരു ദിവസമാണ് കേട്ടോ. സോ ക്രൂഷ്യൽ ഡേ, ഒരു രാജ്യത്ത് വന്നിട്ടുള്ള നമ്മുടെ ആദ്യത്തെ പകല്. അപ്പോൾ എല്ലാവരും ബായോ നമ്മുടെ പുതിയ എപ്പിസോഡിലേക്കും പുത്തൻ കാഴ്ചകളിലേക്കും. ഓക്കെ, തെരമ കസി. അപ്പോൾ വാ, നമ്മളുടെ വണ്ടി ബുക്ക് ചെയ്യാലോ. നല്ല വെയിലുള്ള തെളിഞ്ഞ കാലാവസ്ഥയുള്ളൊരു ദിവസമാണ്. അതെന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. മഴയൊക്കെ മാറി നല്ല കാലാവസ്ഥയൊക്കെ സെറ്റായിട്ടുണ്ട്. മെയിൻ റോഡിനോട് ചേർന്ന് തന്നെയായിരുന്നു നമ്മളുടെ ഹോട്ടലുണ്ടായിരുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഗ്രാബ് എന്ന് പറയുന്ന, ഗ്രാബല്ല ഗോജക്ക്, അതാണ് ഇവിടുത്തെ ഏറ്റവും ചീപ്പസ്റ്റായിട്ട് ഈ ബൈക്ക് കിട്ടുന്നൊരു ആപ്പേ. അപ്പോൾ അത് ബുക്ക് ചെയ്ത് 1 മിനിറ്റാണ് കാണിക്കുന്നത്. ഇപ്പോൾ വണ്ടി വരും. എന്നിട്ട് നേരെ മണി എക്സ്ചേഞ്ച്. അപ്പോൾ കപ്പർ ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്ക് പോകാം. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ, 2.5 കിലോമീറ്റർ. ഈ മക്കാസർ എന്ന് പറയുന്നത് ശരിക്കും ഒരു പോർട്ട് സിറ്റി കൂടിയാണ് കേട്ടോ. ഇവിടുത്തെ പോർട്ടാണ് ഇവിടുത്തെ മെയിൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ വേറെ കാര്യം, നിങ്ങൾ ഈ ഒരു ബിൽഡിങ്ങുകളൊക്കെ ശ്രദ്ധിച്ചു കണ്ടോ നിങ്ങൾ? ചൈനീസ് ആ ഒരു ആർക്കിടെക്ചറിലുള്ള ബിൽഡിങ്ങുകളാണ്. ഇതുണ്ട് ചൈനീസ് വിളക്ക്, റാമ്പലൊക്കെ നമുക്ക് കാണാം. അതായത് ഇവിടെ അവിടെ നിന്നുള്ള ആളുകൾ കച്ചവടത്തിനൊക്കെ ആയിട്ട് പണ്ട് വന്നിട്ട് അവസാനം പിന്നെ ഇവിടെ വലിയൊരു സെറ്റിൽമെൻറ്റ് ഇവരുടേതായിട്ട് തന്നെയുണ്ട്. ആ ഒരു ബിൽഡിങ്ങുകളൊക്കെ നിങ്ങൾ കണ്ടോ? ചൈനക്കാർ പൊതുവെ പണ്ട് കച്ചവടക്കാരാണല്ലോ. അങ്ങനെ ഒരു ചൈനീസ് ടൗൺ പോലത്തെ ഒരു ഏരിയ ആണിത്. ഈ ഒരു റോഡിന്റെ നേരെ അപ്പുറത്തെ സൈഡിൽ വന്നിട്ട് കടലാണ് കേട്ടോ. ട്രാൻസ്ഷിപ്മെന്റ് സെന്റേഴ്സ്, കടൽ, പോർട്ടിന്റെ ഭാഗങ്ങളാണ് കേട്ടോ. തന്നെ ഗംഭീരമായിട്ടുള്ള ഒരു പോർട്ടാണ് ഇവിടെ ഉള്ളത്. ഓക്കെ, താങ്ക് യു. അപ്പോൾ ബാക്കി ഒരു 1,500 രൂപ ചേട്ടന് ടിപ്പ്. 1,500 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1000 രൂപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 രൂപ. അപ്പോൾ 5 7 രൂപ സംതിങ് എന്തുവാണ്. ബിൽഡിംഗ് അതിവിടെ പോലീസ് ഇങ്ങോട്ടാണ്. ഇത് തന്നെയാണ് കേട്ടോ ബിൽഡിങ്. ബാക്ക് സൈഡിൽ കൂടിയാണ് കയറേണ്ടതെന്ന് തോന്നുന്നല്ലോ. കറക്റ്റ് സ്ഥലം തന്നെയാണ്. അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് 16,888 രൂപ $1 എക്സ്ചേഞ്ച് ഇവർ തരുന്നത്. കുഴപ്പമില്ലാതെ അത്യാവശ്യം നല്ലൊരു റേറ്റാണ് കേട്ടോ. വെയിറ്റ് ചെയ്യണം. $700 ആട്ടോ ഞാൻ മാറ്റിയെടുക്കുന്നത്. വലിയ പ്ലാനുണ്ട്, അതുകൊണ്ട് ഇച്ചിരി അധികം ക്യാഷ് കൂടുതൽ ചിലവാക്കേണ്ടതുണ്ട്. കാരണം ഇനിയിപ്പോൾ ഉള്ള കുറച്ചധികം ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടല്ലോ ചായയും കേക്കൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ ചേഞ്ച് ചെയ്തു. അങ്ങോട്ട് കയറുമ്പോൾ തുച്ഛമായ $700 ക്യാഷ് ഉണ്ടായിരുന്ന ഞാൻ ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ കോടിപതിയാണ്. 1,18,00,000 ആണിപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. റിച്ച്. എന്തായാലും നമ്മളുടെ കയ്യിൽ ഇനിയിപ്പോൾ ക്യാഷായി, മൊബൈൽ നെറ്റ്വർക്കായി, അതുകൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ സാധനങ്ങളുമായി. ഇനിയിപ്പോൾ ഈ രാജ്യത്ത് എവിടെ വേണേലും പോകാം, ഒരു വിഷയമില്ല. അപ്പോൾ ഞാനേ നേരെ ആ റൂട്ടിൽ നടക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടത് നമ്മളുടെ ഷിപ്പിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ്, അതുകൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻറ്റ്. അത്യാവശ്യം മരത്തണലൊക്കെ ഉണ്ട്. നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നടക്കാനുള്ളത്. അപ്പോൾ ഇതുവഴി ഒരു 1 കിലോമീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്പോർട്സ് ഷോപ്പുണ്ട്. അവിടെ പോയി അന്വേഷിക്കാം നമുക്ക് ടെൻറ്റ് കിട്ടുമോ എന്നുള്ളത്. ടെൻറ്റ് എന്തിനാണെന്നറിയാമോ? നമ്മളെന്തായാലും ഇനിയിപ്പം ഈ ഒരു ടൗൺ ഏരിയ എന്നൊക്കെ വിട്ട് ഉള്ള ഏരിയയിലേക്ക് അങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ താമസത്തിന് സൗകര്യങ്ങളൊക്കെ കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഉറപ്പില്ല കേട്ടാ. അപ്പം അതിന് കൊണ്ട് നമ്മുടെ കയ്യിൽ ഒരു ടെൻ്റ് ഉണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും വൈകുന്നേരം ആകുമ്പോൾ നമുക്ക് ടെൻ്റ് അടിച്ച് കിടക്കാമല്ലോ. അപ്പോൾ ആരോടെങ്കിലൊക്കെ ചോദിച്ചിട്ട്, എനിക്ക് ഇന്ത്യ യാത്രയിൽ നിന്ന് കിട്ടിയൊരു ധൈര്യമാണത്. അപ്പം അതുകൊണ്ടൊരു ടെൻറ്റ് വാങ്ങി കയ്യിൽ വെക്കുന്നതാണ്. അപ്പോൾ പിന്നെ ആരോടും ഒന്നും പറയാതെ ചോദിക്കാതെ നമുക്ക് എവിടെ വേണമെങ്കിലും എത്ര സ്വതന്ത്രനായിട്ട് വേണമെങ്കിലും സഞ്ചരിക്കാം. ഞാൻ വീണ്ടും ആ ഒരു പഴയ ട്രാവൽ എനർജിയിലോട്ടൊക്കെ കയറി പതുക്കെ വരുന്നുള്ളൂ കേട്ടോ. സൈഡിലൊക്കെ ഒരുപാട് തട്ടുകടകളുണ്ട്. നല്ല അടിപൊളി സുന്ദരൻ കരിക്ക് കണ്ടോ നിങ്ങൾ? കരിക്കൊക്കെ വെക്കുന്ന കണ്ടല്ലോ. ഇവിടെ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ വരുന്നൊരു മേഖലയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ട് ഡച്ചുകാരുണ്ടായിരുന്ന സമയത്ത് അവരിവിടെ കുടിയേറിയിട്ടുണ്ടായിരുന്നു. കാരണം ഇതൊരു പോർട്ട് മേഖലയാണല്ലോ. ഡച്ചുകാർക്ക് അല്ലെങ്കിൽ ഈ പോർട്ട് കാണുമ്പോൾ
ഓ എൻ്റെ പോനെ, എന്നാ വലിയ തേങ്ങ നോക്കി ഞങ്ങൾ. തേങ്ങയല്ല, കരിക്ക്. ഈ കരിക്കിൻ്റെ ഒക്കെ വലിപ്പം കണ്ടോ. ഈ കടലിൽ പോർട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മമാർക്ക് പ്രാന്ത്. അതുകൊണ്ട് അതുപോലുള്ള സ്ഥലങ്ങളിൽ അവർ വന്നിട്ട് എല്ലാ പരിപാടിയും സെറ്റാക്കും. അങ്ങനെ നമുക്കറിയാലോ, നമ്മളുടെ ഇപ്പോൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അതുകൂടാതെ ഗോവ സൈഡിലൊക്കെ അങ്ങനെ വന്നിട്ടുണ്ട്. ഫ്രഞ്ചുകാർ, ഡച്ച് ഫ്രഞ്ച് എല്ലാം ഒന്ന് തന്നെയാണോ? എന്തായാലും അപ്പോൾ അതുപോലെ അവരുടെ കുറേ കോട്ടകൾ കാര്യങ്ങൾ പറഞ്ഞു തരുന്നില്ല. അതിനപ്പുറത്ത് വന്നു ഇതുണ്ടെങ്കിൽ ആ മതിലിൻ്റെയൊക്കെ അപ്പുറം നമ്മുടെ കണ്ണൂർ തലശ്ശേരിക്കുള്ള ഫോർട്ട് പോലത്തെ മതിൽ, ഫോർട്ടിൻ്റെയൊക്കെ പോലത്തെ മതിൽ ബിൽഡിങ്ങുകളൊക്കെ കാണുന്നില്ലേ? അന്നേരം അതുപോലത്തെ ഇവരുടെ കുറച്ചധികം പരിപാടികൾ ഇവിടെയുണ്ട്, ഹിസ്റ്റോറിക്കലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വിദേശത്തു നിന്നുള്ള ഈ വെസ്റ്റേൺ കൺട്രീസിലുള്ള ടൂറിസ്റ്റുകൾ അധികവും ഇങ്ങോട്ടേക്ക് വരാറുണ്ട് കേട്ടോ. വാവ്. അതുകൊണ്ടാണ് ടൂറിസ്റ്റുകളെ ലക്ഷ്യം വെച്ചിട്ടുള്ള ഇതുപോലുള്ള കരിക്ക് പോലത്തുള്ള സ്ഥാപനങ്ങൾ ഇവിടെ ഉള്ളത്. ഓക്കെ, നമ്മൾ ബന്ദയാച്ചയിലൊക്കെ പോയപ്പോൾ കണ്ടതുപോലുള്ള വലിയ ഉയരം കൂടിയിട്ടുള്ള ബസ് സ്റ്റോപ്പുകൾ ഇതാ ഇവിടെയും കാണാം. അതുകൂടാതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ റോട്ടിൽ നിന്ന് വെട്ടിത്തിരിഞ്ഞ് നമ്മൾ അപ്പുറത്തോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്. റെസ്റ്റോറൻറ്റ് അപ്പുറം കണ്ടെങ്കിൽ കപ്പൽ നിർത്തിയിട്ടേക്കുന്ന പോർട്ട് ഏരിയ ആണ് കേട്ടോ. ഞാൻ വെറുതെ നടന്നതാണെങ്കിലും കറക്റ്റ് ഈ സ്ഥലത്തിൻ്റെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലോട്ടൊക്കെയാണല്ലോ വന്നേക്കുന്നത്. അവിടെയെല്ലാം കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ കൂടി നിൽപ്പുണ്ട്. ഇത് കണ്ടെങ്കിൽ ഇത് ഈ ഭാഗത്തെ എന്താ പറയുക, ഒരു റിക്ഷ എന്നൊക്കെ പറയുന്ന പോലത്തെ സാധനമാണ്. അതായത് നമ്മളുടെ ബൈക്കിൻ്റെ ഫ്രണ്ടിൽ ഇതിങ്ങനെ ഇരിക്കാൻ പാകത്തിന്, 2 പേർക്ക് ഇരിക്കാൻ പാകത്തിനുള്ള സെറ്റപ്പ് റെഡിയാക്കി വെക്കുന്നത്. കുറച്ചും കൂടി വൃത്തിയുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. നല്ല ബ്യൂട്ടിഫുൾ, നൈസ്. വാട്ട് ഇറ്റ്സ് കോൾഡ്? വെഹിക്കിൾ നമ്മ ബെന്തോ എന്നാണ് കേട്ടോ ഇവർ പറയുന്നതെന്നാണ് കേട്ടോ പറഞ്ഞത്. നൈസ്, എന്നാലും കൊള്ളാം. 2 പറഞ്ഞത് ഇവിടെയുണ്ട്. അതെങ്ങനെ ഓടിക്കുന്നൊരു ചേട്ടനാണ്. വാക്കിംഗ് ഫോർട്ട് റോട്ടർഡാം എന്നാണ് കേട്ടോ ഈ ഒരു ഫോർട്ടിൻ്റെ പേര് ഇത് അവിടെ എഴുതി വെച്ചേക്കുന്നത്. അവിടെ നിന്നുള്ള ആൾക്കാരൊക്കെ എന്നോട് ഐലൻഡ് ടൂർ എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ അടുത്തെവിടെയോ എന്തോ ഒരു ഐലൻഡ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങോട്ടേക്ക് ആൾക്കാരെ ടൂർ കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഐലൻഡ് ടൂർ എന്ന് പറയുന്നത്. കാറുകൾ മോഡിഫൈ ചെയ്യുന്നത് ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പരിപാടിയാണ്. അപ്പോൾ ഒരു കാർ ഇവിടെ മോഡിഫൈ ചെയ്ത് സെറ്റാക്കിയിട്ടേക്കുന്നതാണ്. പിന്നെ എന്താണെങ്കിൽ റോഡിന് ഭംഗി കൂട്ടാൻ വേണ്ടി നട്ടേക്കുന്നത് എന്താണെന്നുള്ളത് പ്ലാവാണ് കേട്ടോ. പ്ലാവ് എപ്പോഴാണോ ദൈവമേ ഒരു സൗന്ദര്യവർദ്ധക മറ്റേ സാധനമായത്. നമ്മുടെ വണ്ടിയിൽ ഇതുണ്ടോ ആളുകൾ വരുന്നുണ്ടല്ലെങ്കിൽ ഇങ്ങനെയാണ് ആ ടാക്സിയിൽ ആൾക്കാർ പോവുക. തൊത്തൊക്ക്. ഇവിടുത്തെ പോലീസൊക്കെ ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. പോലീസി ഇതാണ് കേട്ടോ, പോലീസ് സ്റ്റേഷൻ. രസമുണ്ട് കണ്ട. പോലീസിൻ്റെ വാനൊക്കെ കിടക്കുന്നുണ്ടെങ്കിൽ അതില്ലെങ്കിൽ എല്ലാ നാട്ടിലും നമ്മൾ പ്രശ്നങ്ങളൊന്നും ആക്കിയിട്ടില്ലെങ്കിൽ പോലീസുകാരൊക്കെ ഫ്രണ്ട്ലി ആയിരിക്കും. എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെങ്കിലാണ് അവരുടെ തനി സ്വഭാവം നമ്മൾ അറിയുന്നത്. അതുകൂടാതെ ഇവിടുത്തെ സ്പ്രൈറ്റിലൊക്കെ അഭിനയിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതാണെന്ന് തോന്നുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട നായിക. അതാണോ പ്രധാനപ്പെട്ട നായകൻ? കൊള്ളാം. എന്തായാലും നല്ല ഭീകരൻ 5 സ്റ്റാർ ഹോട്ടലുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. 6 ബെൽ ഹോട്ടൽ എന്ന് പറയുന്ന അവരുടെ ഒരു ഹോട്ടലാണ് നമ്മളീ കാണുന്നത്. നമ്മളങ്ങനെ ഒരു ജംഗ്ഷനിലേക്ക് വന്നെത്തി. ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ഒരു കാഴ്ചകൾ കാണിച്ചു തരാവേ. അവിടെ QQKTV എന്ന് പറഞ്ഞു കണ്ടോ. ഇത് ഇവിടുത്തെ ഈ പബ്ബൊക്കെ പോലത്തുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. രാത്രിയിൽ ആക്റ്റീവ് ആകത്തുള്ളൂ. ഇവിടെ ഉണ്ടല്ലോ, ഇതുണ്ടെങ്കിൽ കാർപ്പറ്റിൻ്റെ ഷോപ്പ്. ഞാൻ അതുകൂടാതെ ടർക്കി കാർപ്പറ്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഷോപ്പ് ഇവിടെ കണ്ടായിരുന്നേ. ഈ കാർപ്പറ്റുകളുടെ ഷോപ്പുകൾ കുറച്ചധികം കാണുന്നുണ്ട്. നമ്മുടെ സലീമിനെ നമ്മൾ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ട് ഓർക്കുന്നില്ല ഞങ്ങൾ, ഇവിടെ കാർപ്പറ്റിൻ്റെ ഷോപ്പ് നടത്തുന്നത്. പുള്ളിക്കാരനും ഇന്തോനേഷ്യയിൽ മൊത്തത്തിൽ 10-20 ഷോപ്പുകളുണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത് പുള്ളിയുടെ ഫാമിലിക്ക്. അപ്പോൾ കാർപ്പറ്റുകൾക്ക് എന്തോ പ്രത്യേകത ഈ നാട്ടിലുണ്ട്. കൂടുതൽ ചിലവാകുന്നുണ്ടെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇത്രമാത്രം ഷോപ്പുകൾ എന്തിനാണ് വരുന്നത്. ഞാനിങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ അത്ര സിമ്പിളായിട്ടല്ല നടക്കുന്നത്. ഞാൻ ഈ പോകുന്നതിനനുസരിച്ച് ആളുകൾ, അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ബൈക്കിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുള്ള ആ സാധനമില്ലേ, ടുക്ക് ഓട്ടോ, ആ സാധനത്തിൽ കയറ്റിയിട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രധാനമായിട്ട് ടൂറിസ്റ്റുകളെ കൊണ്ടുപോകുന്നത് ആ വണ്ടിയിലാണ് എന്ന് തോന്നുന്നുണ്ട്. നേരെ നമ്മൾ വന്നെടുക്കുന്നുണ്ടല്ലോ, ഇതൊന്ന് നോക്കിയേ നിങ്ങൾ. അതെന്താ അങ്ങ് ദൂരെയായിട്ടാണ് കാണുന്നത്, തിളങ്ങി ആ ഒരു എന്താ പറയുക ഹാർബർ ഏരിയയുടെ കുറച്ചും കൂടി ഇപ്പുറമുള്ള ഭാഗമാണ്. അപ്പം ഇവിടെ നിന്ന് നോക്കുമ്പോൾ ആ കാണുന്ന ഒരു മസ്ജിദാണ് കേട്ടോ. കണ്ടങ്ങൾ ചേട്ടാ, ഇങ്ങനൊരു മസ്ജിദ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മക്കാസറിലെ വളരെ ഫേമസ് ആയിട്ടുള്ള മസ്ജിദാണ് ആ കാണുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ആ മസ്ജിദിലോട്ട് പോകാം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിളിക്കുന്നത്. അത് കൂടാതെ ഉണ്ടല്ലോ ആ ഒരു സ്ഥലത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്. ഭയങ്കര ഈ രാജ്യത്തിൻ്റെ തന്നെ വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. എന്തായാലും ഞാൻ ആ ടെൻറ്റും മറ്റു കാര്യങ്ങളുടെയൊക്കെ കാര്യത്തിലൊരു തീരുമാനമാക്കിയിട്ട് അവിടെ പോകും. ആ ഒരു സമയത്ത് ഞാൻ ആ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു തരാവേ. നല്ല രസമുണ്ട് ഇവിടെ, നല്ല തണുത്ത കാറ്റൊക്കെ ആയിട്ട്. പിന്നെ ആ ഒരു ഭാഗത്ത് അത് എന്താ ഹോട്ടലാണെന്ന് തോന്നുന്നു കേട്ടോ. CPIയോ
റോഡ് മുറിച്ച് കടന്ന് ഈ ഒരു ഗല്ലിയിലോട്ട് കയറിയിട്ടുണ്ടെങ്കിലാണ് നമ്മളുടെ ആ ഒരു ഷോപ്പ് എനിക്ക് ഗൂഗിൾ മാപ്പിൽ കാണിച്ചു തന്നിട്ടുള്ളത്. യെസ്, ആ ഒരു കോർണറിൽ തന്നെ ഇതുണ്ടെങ്കിൽ അനേക ജയ എന്ന് പറയുന്നത് കാണുന്നത് അതാണ് സ്പോർട്സ് ഐറ്റംസ്, ട്രെക്കിംഗ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഇവിടുത്തെ ഒരു ഷോപ്പ്. ഇതിൻ്റെ ഒരു ബ്രാഞ്ച് മാത്രമാണ്. ഇവരുടെ മെയിൻ ബ്രാഞ്ച് വന്നിട്ട് മെയിൻ ടൗണിലാണ്. ഇവിടെ ഉണ്ടോ എന്നുള്ളത് ചോദിച്ചു നോക്കാം. എന്നെ ഇപ്പോൾ ഉണ്ടല്ലോ ഈ ഒരു യാത്രയിൽ ഏറ്റവും അധികം സഹായിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പും അതുപോലെ തന്നെ ChatGPT ആണ് കേട്ടോ. ഇവരോട് രണ്ടുപേരോടും ചോദിച്ചിട്ടാണ് ഞാൻ പല സ്ഥലങ്ങളിലോട്ടും വരാറുള്ളത്. അങ്ങനെ അവർ കണ്ടുപിടിച്ച് തന്ന സ്ഥലമാണ് ഇത്. എൻ്റെ താമസിക്കുന്ന ഹോട്ടലിനടുത്തുള്ള ഈ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പ്. ഞാൻ വന്നു, ഇവിടെ നിന്നും ടെൻറ്റ് സെലക്ട് ചെയ്തു. റെഡ് ഉണ്ട്, ബ്ലൂ ഉണ്ട്, ബ്ലൂ പ്ലസ് ഗ്രീൻ ആണ്, പിന്നെയുള്ളത് ഓറഞ്ചാണ്. ബെറ്റർ ഈ ബ്ലൂ ആണ് കേട്ടോ. അപ്പോൾ അതെടുക്കുക. ഇവർ രണ്ടുപേരും എന്നെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നതാണ് കേട്ടോ ഇതെങ്ങനെ പിച്ച് ചെയ്യുന്നുള്ളത്. 2 സ്റ്റിക്കാണ് ഇതിനുള്ളത്. അത് ക്രോസിന് ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ടെൻറ്റാക്കി എടുക്കാം. വലിയ പണിയൊന്നുമില്ല കേട്ടോ. നൈസ്, താങ്ക് യു. ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ ടെൻറ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇതിനുണ്ടല്ലോ ഇങ്ങനെ ഒരു ഓപ്പൺ പ്ലേസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ചൂടുള്ള സ്ഥലമാണ് ഇവിടെ, നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ ഇത് തുറന്നിട്ടുണ്ടെങ്കിൽ മഴയില്ലെങ്കിൽ നമുക്ക് കിടക്കാം. പിന്നെ ചെറിയ രീതിയിലുള്ള മഴയൊക്കെ ഇത് താങ്ങത്തുള്ളൂ. വലിയ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ നനഞ്ഞു കിടക്കേണ്ടി വരിക. അത് കുഴപ്പമില്ല, നമ്മളങ്ങനെ വലിയ മഴയത്തൊന്നും അടിക്കാൻ പ്ലാന് നോക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കൊരു ടാർപ്പ് വാങ്ങി മേലെ കെട്ടാം. ശരിക്കും ഉണ്ടല്ലോ ഈ ഒരു ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രക്കിങ് പോകുന്ന ആളുകൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. നോക്കിയേ, ഇത് എന്താ പറയുക, ലാമ്പ് കാര്യങ്ങൾ, അതുകൂടാതെ സർവൈവൽ കിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെയുണ്ട്. കൂടാതെ ഇത് ഡ്രസ്സ് ഐറ്റംസ് ഇല്ലേ, ട്രക്കിങ്ങിന് പോകേണ്ട ആൾക്കാർക്ക് വേണ്ട ഡ്രസ്സ് ഐറ്റംസ്, അതുപോലെ തന്നെ ബാഗുകളുടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെറൈറ്റീസ് ഓഫ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അതുകൂടാതെ ഈ ഒരു കുക്കിങ്ങിന് വേണ്ട ഇതുണ്ടെങ്കിൽ ചെറിയ നമ്മളുടെ സ്റ്റൗ പോലത്തെ സാധനങ്ങൾ, അതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വെറൈറ്റീസ്, അതുകൂടാതെ റോപ്പുകൾ ഇതുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് വെറൈറ്റീസ്, അതുകൂടാതെ വെള്ളം എടുക്കാനുള്ള സാധനങ്ങൾ, പിന്നെ അങ്ങനെയുള്ള ഒരുപാട് ബാഗുകളുടെ ചെറിയ ബാഗ്, വലിയ ബാഗ്, സ്ലീപ്പിംഗ് ബാഗ് കൊള്ളുന്നത് കൊള്ളാത്തത്, പിന്നെ സ്ലീപ്പിംഗ് ബാഗിൻ്റെ തന്നെ കുറേ സെക്ഷൻസ്, പിന്നെ ടെൻറ്റുകളുടെ കുറേ വെറൈറ്റികൾ, അതുകൂടാതെ മാറ്റ്, അങ്ങനെ പറയേണ്ട ഒരു ഔട്ട്ഡോർ പരിപാടിക്ക് പോകുന്ന എല്ലാവർക്കും എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഒരു സെറ്റപ്പ് ഷോപ്പേ. എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു. ഇതുപോലെ എല്ലാ സാധനങ്ങളും കിട്ടുന്ന ഷോപ്പുകൾ നമ്മളുടെ നാട്ടിൽ കുറവാണ്. ഒന്നാമത്തെ കാര്യം നമ്മുടെ നാട്ടിൽ അത്രയ്ക്ക് ക്യാമ്പിങ്ങിൻ്റെ ഓപ്ഷൻസ് ഇല്ലല്ലോ. ഇവിടെ ഇഷ്ടംപോലെ ട്രക്കിങ്ങിൻ്റെ ഓപ്ഷൻസൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടാണ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്. വാ, അപ്പോൾ ഉണ്ടല്ലോ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങി സെറ്റാക്കിയിട്ടുണ്ട്. ടെൻറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം കേട്ടോ. വാങ്ങിയ കോടികളില്ലേ, ആ കോടികളിലൊരു 6,22,000 രൂപ ഇവിടെ കൊടുത്തു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കോടികളുടെയൊക്കെ വില. അപ്പോൾ ഖബർ അടുത്ത കോച്ചൊക്കെ എടുത്തിട്ട് ഈ പുള്ളിക്കാരനോടെയാണ് പോകുന്നത്. ഞാൻ ഇനിയിപ്പോൾ നമ്മളുടെ കപ്പലിൻ്റെ കാര്യം അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ കപ്പലിന് വേണ്ടിയിട്ട് പോവുകയാണ്. കപ്പൽ ബുക്കിംഗ് ഓഫീസ്. ഇവിടുത്തെ വഴികളൊക്കെ ഉണ്ടല്ലോ, മരങ്ങളൊക്കെ നട്ടിട്ട് അത്യാവശ്യം നല്ല തണുപ്പുള്ള തണലുള്ള വഴികളാണ്. അതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ പുറത്തെ കൂടി യാത്ര ചെയ്യുമ്പോഴും വലിയ ക്ഷീണം ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ബൈ ബൈ. ഓക്കെ, ബൈ. Welcome to Sulawesi. ഓ, താങ്ക് യു. ഹെൽമെറ്റ്. ഓക്കെ, ഹെൽമെറ്റ് തിരിച്ചു കൊടുക്കും കേട്ടോ. ഞാൻ വിചാരിച്ചു പുള്ളി ഒന്നും പോവാത്തേന്ന്. നമ്മളെ വന്നത് പെൽനി, ഇവരാണ് മെയിനായിട്ട് ഇവിടെ ഈ ഷിപ്പ് സർവീസൊക്കെ നടത്തുന്നത്. അപ്പോൾ പെൽനിയുടെ ഓഫീസിലേക്കാണ്. ഇവിടെ നമുക്ക് അന്വേഷിക്കാം ടിക്കറ്റ് കിട്ടുമോ ഇല്ലയോ, എപ്പോഴാണ് എന്നൊക്കെയുള്ളത്. ഞാൻ ടിക്കറ്റ് എടുക്കുകയാണ്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് 4 ലക്ഷം രൂപ വേണം കേട്ടോ. പോകുന്നത് ബബൗ എന്ന് പറയുന്ന, ബോട്ടോൺ എന്ന് പറയുന്ന ഒരു ഐലൻഡ് ഉണ്ട്. അത് ഈ ഒരു സുലാവസിയുടെ പടിഞ്ഞാറൻ ഭാഗത്തുള്ള സൗത്ത് സൈഡിലുള്ളൊരു, പടിഞ്ഞാറല്ല കിഴക്ക് ഭാഗത്ത് സൗത്ത് സൈഡിലുള്ള ഒരു ഐലൻഡാണ്. അവിടെ പോയിട്ട് വേണം ബാക്കി സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇനിയുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു 3 ദിവസം കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ ഷിപ്പ്. അപ്പോൾ ആ 3 ദിവസത്തെ ടൈം നമ്മൾ നോക്കണം ഇവിടെ എന്ത് ചെയ്യുന്നുള്ളത്. ആദ്യമേ ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടെ 4 ലക്ഷം രൂപ കൊടുത്തിട്ട്. പിന്നെ എക്കണോമിക്കൽ ക്ലാസ് ഉണ്ട് കേട്ടോ. അത് 3,35,000 രൂപയ്ക്ക്, 2,25,000 രൂപയ്ക്ക് അത് എക്കണോമിക്കൽ ക്ലാസ് കിട്ടും. അതിങ്ങനെ വലിയ ഹാളായിരിക്കും. അതിൻ്റെ അത് ബങ്ക് ബെഡ്സ് ആണ്. അത് പക്ഷേ എനിക്ക് സോൾഡ് ഔട്ടായി. ഇതൊരു സീസൺ ടൈമാണ് ഇവിടെ, അതുകൊണ്ട് നമുക്കത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് എനിക്കിപ്പം ക്ലാസ് 1 എടുക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഈ ഒരു 4 ലക്ഷത്തിന് അടുപ്പിച്ച് രൂപേന് അതായത് 3,95,000 രൂപ. അപ്പോൾ നമുക്ക് ടിക്കറ്റുമായി ക്യാഷായി, പരിപാടി സെറ്റായി. അപ്പോൾ ഞാൻ വേറെ പ്ലാൻ ഉണ്ടെന്ന് ഉള്ളത് പറഞ്ഞില്ലായിരുന്നു. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്നൊരു ബൈക്ക് റെൻറ്റിനെടുത്തിട്ട് എൻ്റെ ഈ ഒരു ഇത് കറങ്ങി അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നതായിരുന്നു എൻ്റെ പ്ലാൻ ഉണ്ടായിരുന്നത്.
പക്ഷേ എന്നിട്ട് അവിടെ നിന്നും ബൈക്ക് നമുക്ക് തിരിച്ച് ഇങ്ങോട്ടേക്ക് അയക്കണം. എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ വിസ 30 ഡേയ്സ് കഴിയുമ്പോൾ വിസ തീരും. വിസ വീണ്ടും എടുക്കണമെങ്കിൽ ഇവിടെ തന്നെ ഞാൻ വരണം. അപ്പോൾ ഇവിടെ ചെക്ക് ചെയ്തപ്പം ഈ ബൈക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോലും അതുപോലെ തന്നെ തിരിച്ച് കൊണ്ടുവരില്ല. അതായത് അങ്ങോട്ടേക്ക് നമുക്ക് റൈഡ് ചെയ്ത് പോവാം, തിരിച്ച് വരണമെങ്കിൽ അത് ഈ റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മാസം അടുപ്പിച്ച് എടുക്കും കേട്ടോ. അന്നേരം തിരിച്ച് വരണമെങ്കിൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവാണ് ബൈക്ക് കൊണ്ട് ഇങ്ങോട്ടേക്ക് വരുന്നതിന്. അതിലും ബെറ്റർ ഓരോ ലോക്കൽ സ്ഥലങ്ങളിൽ ചെന്നിട്ട് അവിടെ നിന്ന് ലോക്കലായിട്ട് വണ്ടി റെൻറ്റിന് എടുക്കുന്നതായിരിക്കുന്നത്. ഇവരങ്ങനെ തന്നെ സജഷൻ പറഞ്ഞു. അതുകൊണ്ട് എൻ്റെ ആ ഒരു പ്ലാൻ തൽക്കാലത്തേക്ക് ഞാൻ ചവിട്ടി കേട്ടോ. നമ്മളുടെ ഓട്ടോ ഇല്ലേ, അത് ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ബജാജിൻ്റെ തന്നെ ഓട്ടോയാണ്, പക്ഷേ റെഡ് കളറാണ്. ഞാൻ തിരിച്ച് ആ ഒരു മെയിൻ റോഡിലേക്ക് വന്നു. ഇനിയിപ്പം ഞാൻ നോക്കുന്നത് ഇത് മിലിറ്ററിയുടെ എന്തോ ക്യാമ്പസ് പോലത്തെ എന്തോ സംഭവം തോന്നുന്നു. ഞാൻ നേരത്തെ നിങ്ങളെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അങ്ങോട്ടേക്ക് പോവുകയാണ്. നടക്കുന്ന നടത്തത്തിലുണ്ടല്ലോ, ഞാനിവിടെ ഒരു കാഴ്ച കണ്ടതാണ്. ഇതുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇതിൻ്റെ ഷോപ്പിൻ്റെ മതിൽ, ആ മതിലിൻ്റെ സൈഡിൽ ചാരി വെച്ചേക്കുന്ന മൊത്തം മൊബൈൽ ഫോൺസാണ് കേട്ടോ. അതായത് മൊബൈൽ ഫോണിൻ്റെ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റല്ല, ഒരു ചേട്ടൻ അവിടെ ഇരുന്ന് തട്ടുകട പോലെ ഇട്ടിട്ട് ഷോപ്പ് വിൽക്കുകയാണ്, മൊബൈൽ വിൽക്കുകയാണ് കേട്ടോ. അതാണ് നമ്മൾ കാണുന്നത്. എന്താ ആ ചേട്ടനാണ് വിൽക്കുന്നത്. നൈസല്ലേ. ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ നമ്മൾ ആ കണ്ട ആ ഒരു പോയിൻറ്റിലേക്ക്, ആ ഒരു സ്ഥലത്തേക്ക് ആകെ 1.5 കിലോമീറ്റർ ദൂരമുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെയാണെങ്കിൽ നടക്കാം എന്നുള്ളത്. ഇതൊരു തട്ടുകടയാണ്. മാങ്ങയൊക്കെ ഇവിടെ ആയിട്ടുണ്ട്, മാങ്ങയൊക്കെ വെക്കുന്നതാണ് കേട്ടോ. ഇത് മാങ്ങയല്ല, അത് വന്നിട്ട് കപ്പളങ്ങയാണ്. നടക്കുന്നതിൻ്റെ കൂടെ ഫുഡും കഴിക്കണം. ഇതുണ്ടെങ്കിൽ ഇവിടെ ആ കാണുന്നത് സീ ഫുഡ് റെസ്റ്റോറൻ്റാണ്. ഇവിടെ സീ ഫുഡിൽ, അതായത് ടൂണ മത്സ്യമില്ലേ, ടൂണ മത്സ്യമാണ് അത്ര ഈ നാട്ടിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫുഡ്. ഞാനെന്തായാലും അത്രയും വലിയ ഹോട്ടലൊന്നും കയറുന്നില്ല, ചെറിയ ഏതെങ്കിലും തട്ടുകട ടൈപ്പ്. വെള്ളമാണല്ലോ, മഴ പെയ്തതിൻ്റെ ഉണ്ടെങ്കിൽ അവിടെ പോകാമെന്ന് വിചാരിച്ചേ. ഇവിടെ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുക. ഇവിടെയൊക്കെ പിന്നെ ഉണ്ടല്ലോ, നടക്കാൻ വേണ്ടിയിട്ട് ഫുട്പാത്ത് ഉണ്ടാക്കി വെച്ചിട്ട് ആ ഫുട്പാത്തിൽ നിറച്ച് വണ്ടികൾ പാർക്ക് ചെയ്ത് വെക്കുവാണ്. ഇവിടെ ഒരു ചെറിയ കട കാണുന്നുണ്ട്. ഇവിടെ ബാക്സോ, എനിക്കറിയാവുന്ന ബാക്സോ കൊണ്ട് കൂടാതെ നാസി ഗോരങ് എഴുതി വെച്ചിട്ടുണ്ട്, അതായത് ഫ്രൈഡ് റൈസ്. സ്പൈസി ആയിട്ട് തന്നെ ഞാൻ ഫ്രൈഡ് റൈസ് എടുത്തോളാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു ഓംപ്ലേറ്റ് പൊരിച്ച് വെക്കും. അതുകൂടാതെ ഒരു ചുമന്ന പോലത്തെ കളറിലാണ് ഇവിടുത്തെ ഫ്രൈഡ് റൈസ് ഉള്ളത്. പിന്നെ കുടിക്കാനുള്ള വെള്ളം ഉണ്ടല്ലോ, അതിങ്ങനെ ഈ ഒരു ഗ്ലാസിൻ്റെ അകത്ത് സീൽ ചെയ്തിട്ട് ഒരു പൈപ്പ് ഉണ്ടാവും. ഇങ്ങനെയാണ് നമുക്ക് തരിക. പൈപ്പല്ല, സ്ട്രോ. കഴിച്ചു നോക്കട്ടെ. ഓക്കെ, സെറ്റാ. നോർമലി ഈ ഒരു ഭാഗത്തുണ്ടല്ലോ, ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് മധുരമൊക്കെ ഉണ്ടാവും ഫുഡിന്. അല്ല, ഇതിനങ്ങനെയില്ല. ഞാൻ പറഞ്ഞായിരുന്നു, ചോദിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. സ്പൈസി ടൈപ്പ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞായിരുന്നു. കൊള്ളാം. 15,000 രൂപയാണ് കേട്ടോ, അതായത് നമ്മുടെ ഒരു 70 രൂപ. ഓക്കെ, താങ്ക് യു. അപ്പോൾ വീണ്ടും നടക്കാം. ഇപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ ലുക്കിലും കുറച്ചധികം മാറ്റം വന്നിട്ടുണ്ട്. കണ്ടോ നിങ്ങൾ, പുറകിൽ ഇത്രയും വലിയ ബാഗായേ. അത് ബാഗ്, അതിൻ്റെ കൂടെ തന്നെ ഞാൻ ആ ഒരു സ്ലീപ്പിങ്ങിന് വേണ്ടിയിട്ടുള്ള മാറ്റ്, പിന്നെ ടെൻറ്റും ഒക്കെ കൂടി സെറ്റാക്കി അതിൻ്റെ പുറമേ നമ്മളുടെ ആ ഒരു റെയിൻ കവർ കൂടി ഇട്ടപ്പോഴത്തേക്കും ഈ ഒരു രീതിയിലായി കേട്ടോ. വലിയൊരു ബാഗ് പോലെ. ഇതിനിപ്പോൾ തിരിച്ച് നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. കാരണം ആ ലഗേജ് ഞാൻ അങ്ങനെ നോർമലി എടുക്കാറില്ല. എന്തായാലും ഇവിടെ ഞാൻ ഇനിയിപ്പോൾ സേഫായി. ഇന്ന് വൈകുന്നേരം കിടക്കാൻ അവിടെ കിട്ടിയില്ലെങ്കിൽ ഏതെങ്കിലും കടയുടെ, ഇതെന്താ ബ്ലോക്കാണോ, അതെ, ഏതെങ്കിലും കടയുടെ ഫ്രണ്ടിൽ ചോദിച്ചിട്ട് ചേട്ടാ ടെൻ്റ് അടിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അവിടെ ആണെങ്കിലും എനിക്ക് കിടക്കാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഈ ഒരു മരം ഉണ്ടല്ലോ, ഈ വഴിക്ക് പ്രത്യേക ഒരു കളർഫുള്ളും ഒരു ഭംഗിയൊക്കെ തരുന്നുണ്ട് കേട്ടോ. ഈ ഒരു വഴി നടന്ന് ഞാനിതാ മെയിൻ റോഡിലേക്ക് വീണ്ടും എത്തി. ഇവിടെ ഉണ്ടല്ലോ, ഇത് അങ്ങ് ദൂരമായിട്ടൊരു മസ്ജിദ് ഉണ്ട്. മസ്ജിദ് അമറുൽ മുക്മിനീൻ എന്ന് പറയുന്ന അതുണ്ടെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു മസ്ജിദേ. മസ്ജിദ് വന്നിട്ട് കടലിൻ്റെ ആ ഒരു കടൽ വെള്ളം കയറി കിടക്കുന്നതിൻ്റെ നടുക്കാണ്. അതിനോട് ചേർന്നിട്ടുണ്ടല്ലോ ഇവിടെ ഒരു പാർക്ക് പോലത്തുള്ള ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കുറച്ച് നേരം കൂടി നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഇവിടുത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആ ഒരു മസ്ജിദില്ലേ, അതിൻ്റെ ഒരു വ്യൂ കൂടി നമുക്ക് കാണാം. ആ ഒരു മസ്ജിദ് ഉണ്ടല്ലോ സെപ്പറേറ്റ് ഒരു ഐലൻഡ് പോലെ ആക്കിയിട്ട് ആ ഒരു ഭാഗത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് കറങ്ങിയിട്ട് വേണം. ഹലോ, ഇവിടെ എന്തോ മാരത്തോണിൻ്റെ എന്താ പേര്, ഹായ്, എന്തോ പരിപാടിയാണ്. അതൊരു പവറിങ്. തെരമക്കാശി. ഓക്കെ, അല്ല ഈ മന്ത് ലാസ്റ്റ് ഇവർ വന്നിട്ട് ബാലിക്ക് ഓടാൻ വേണ്ടി പോകണം. അവിടെ കുറച്ച് ആൺകുട്ടികളായിട്ടുള്ള ആളുകളുണ്ട്. ഞാൻ പെൺപിള്ളേരോട് മാത്രമല്ല കേട്ടോ വർത്തമാനം പറയുന്നത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. അന്നേരം ഇവർ ഓടാൻ വേണ്ടി പോവാ.
അപ്പോൾ അതിൻ്റെ പ്രൊമോഷണൽ സംതിങ് എന്തോ വീഡിയോകളും മറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ എടുത്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇവിടെ നിറച്ച ആൾക്കാർ കേട്ടോ. ഞാൻ എന്തായാലും ഇവിടെ നിന്നും ഇങ്ങനെ നടന്നിട്ട് അതുവഴി അങ്ങനെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് തപ്പിയാണ് ഞാൻ ഇവിടം വരെ എത്തിയത്. അപ്പം ഞാൻ നിങ്ങളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. ബാ, ഇത് കണ്ടോ നിങ്ങൾ, ഇത് ഈ ഒരു ഭാഗത്തെ ട്രഡീഷണലായിട്ടുള്ള ഇവരുടെ ഒരു വീട്, ട്രൈബൽ വീടിൻ്റെ ഒരു രൂപം ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നതാണ്. ഒറിജിനൽ വീട് ഇങ്ങോട്ട് പറിച്ചു നട്ടതാണ്. ഇത് തൊറാജ എന്ന് പറയുന്ന ഇവിടെ ഒരു ട്രൈബ് ഉണ്ട്. അപ്പം ആ ഒരു ഭാഗത്തുള്ള ആ ഒരു ട്രൈബൽ വിഭാഗത്തിൻ്റെ വീട് ഇങ്ങനെ ആയിരിക്കും കേട്ടോ. ഫുള്ള് ബാമ്പു കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. കാണാൻ തന്നെ വല്ലാത്തൊരു രസമാണ്. ഇതുണ്ട റുമാദത്ത തൊറാജ അങ്ങനെ പറഞ്ഞിട്ട് ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഫ്രണ്ടിൽ ഇപ്പറായിട്ട് ഇതാ നമ്മളുടെ പോത്തിൻ്റെ കൊമ്പാണ്. അതുകൂടാതെ വലിയൊരു പശു ഇതാ അവിടെ ഉണ്ട് കേട്ടോ. പോത്ത് കണ്ണുണ്ടറിയാം പോത്ത. ഇപ്പം മനസ്സിലായില്ലേ നിങ്ങൾ, ഇന്തോനേഷ്യയിൽ വേറെ എവിടെയും നമ്മൾ ഇങ്ങനെ ഒരു സെറ്റപ്പ് കണ്ടിട്ടില്ലല്ലോ. അപ്പം ഈ ഒരു രീതിയിലുള്ള ആൾക്കാർ ട്രൈബൽസൊക്കെ ഉള്ള ഒരു ഐലൻഡാണ് ഈ പറയുന്ന നമ്മളുടെ സുലാവസി എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കാണാനായിട്ട് സ്പെഷ്യലായിട്ട് ഇവിടെ എന്തൊക്കെയോ ഉണ്ട്. പിന്നെ ഞാൻ ഈ വന്ന സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഇന്തോനേഷ്യ എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാലോ, ഇങ്ങനെ കടലിൽ ഇത് ഇവിടെ തന്നെ പല ഐലൻഡുകളിലാണ്. ഇതൊക്കെ ചെറിയ ചെറിയ ഐലൻഡുകളാണ്. അപ്പോൾ കടലിൽ ചെതറിക്കിടക്കുന്ന 10,000 ഐലൻഡുകളുടെ ഒരു മേഖലയാണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയുടെ മൊത്തം മണ്ണിനൊരു സെൻട്രൽ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ മധ്യപ്രദേശിൻ്റെ ആ ഒരു ഭാഗത്ത് എവിടെയോ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്തോനേഷ്യയുടെ സെൻട്രൽ പോയിൻ്റ് എന്ന് പറയുന്നത് അത് ഈ ഒരു ഭാഗമാണ് കേട്ടോ. എന്താ അവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും അതെ, അവിടെ വേറൊരെണ്ണമുണ്ട്. അത് ഏതാണെന്ന് ഒറിജിനൽ ഞാൻ ആ കറക്റ്റ് പോയിൻ്റ് ഒന്ന് തപ്പിക്കണ്ടുപിടിക്കട്ടെ. ഇതുണ്ടല്ലോ ഇവിടുത്തെ ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഇവരുടെ ഷിപ്പ്. ആ ഒരു ഷിപ്പ് അടുക്കുന്ന ഡോക്കിംഗ് പോയിൻ്റ് ഇതാ ഇവിടെയാണ് കേട്ടോ. ഇത് എന്തിനാണ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ മേലെ ഈ കുറച്ചുകൂടി രാത്രി ആയി കഴിയുമ്പോഴത്തേക്കും ഈ സർവീസ് നടത്തും. അപ്പം ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള ഒരു റെസ്റ്റോറൻറ്റ് ടൈപ്പ് രീതിയിൽ ലൈറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് മേലെ കൂടെയൊക്കെ അങ്ങനെ ലൈറ്റ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആളുകൾക്ക് കയറാനുള്ളൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ഇത് വന്നിട്ട് ഈ മക്കാസറിൻ്റെ ഒരു സ്പെഷ്യൽ ഐഡൻറ്റിറ്റിയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈൻഡ് ഓഫ് ഷിപ്പുകൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവരിവിടെ ഉണ്ടാക്കുമായിരുന്നു. അതിന് സ്പെഷ്യലായിട്ട് ഇത് ഉണ്ടാക്കുന്ന ഒരു വില്ലേജ് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ കണ്ടുപിടിക്കാം നമുക്ക് അത് ഏതാണ് ആ വില്ലേജ് എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലോട്ട് ഇത് കയറ്റി അയക്കി വരുന്നവർ. അങ്ങനെ കുറച്ചധികം കഴിവുകളൊക്കെ കൂടുതലുള്ള ആളുകളാണ് ഈ മക്കാസറിലെ ആൾക്കാരെന്ന് പറയുന്നത്. ഇതേ ഇന്തോനേഷ്യയുടെ സെൻട്രൽ പോയിന്റിൽ ഇവർ സ്ഥാപിച്ചേക്കുന്ന ഒരു സ്തൂപം പോലത്തെ ഒരു മോണുമെൻറ്റ് ടൈപ്പാണ്. ഇത് ഈ ഇന്തോനേഷ്യയുമായിട്ട് സഹകരണത്തിലുള്ള നേവി, കാരണം കടലാണല്ലോ ഇന്തോനേഷ്യക്ക് കൂടുതലുള്ള, അപ്പം നേവി രാജ്യങ്ങളുടെ അവർക്കുള്ളൊരു ആദരണീയ സൂചകമായിട്ട് സ്ഥാപിച്ചേക്കുന്നതാണ്. ഇവിടെ കണ്ടങ്ങൾ നമ്മളുടെ ഇന്ത്യൻ നേവിയുടെ ഇതും ഇവിടെ ഉണ്ട് കേട്ടോ. നൈസ് അല്ലേ. ഇതാണ് ഇന്തോനേഷ്യയുടെ നടുഭാഗം, സെൻട്രൽ പോയിൻ്റ്. ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു സെൻട്രൽ പോയിൻറ്റിനോട് ചേർന്ന് തന്നെ ഇതാ കണ്ടങ്ങൾ ഒരു ഗ്ലോബ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനിപ്പുറമായിട്ട് ഒരു സർക്കിളും കണ്ടങ്ങൾ ഒരു ട്രാഫിക് സർക്കിൾ കൂടി ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. നൈസാണ്. അതുകൂടാതെ ഇവിടെ വേറെയും കുറച്ച് സാധനങ്ങൾ, അതൊരു ബ്രിഡ്ജാണ് കേട്ടോ, ഒരു തൂക്കുപാലത്തിൻ്റെ ഒരു കൈവരിയാണ് നിങ്ങൾ കാണുന്നത്. ഇതാ ഇവിടുത്തെ ആ ഒരു ട്രൈബൽ ആ ഒരു ചിഹ്നങ്ങളൊക്കെ ഉള്ള ടൈപ്പ് തൂക്കുപാലമാണ് കേട്ടോ, തൂണുകളാണ്. ഇവിടെ നിന്ന് ഈ കാണുന്ന ഒരു ബ്രിഡ്ജ് ഉണ്ടല്ലോ, നേരെ നമ്മളുടെ ആ ഒരു ഐലൻഡിലുള്ള പള്ളിയുമായിട്ട് കണക്ട് ചെയ്യും. അപ്പം ഞാൻ ആ മോസ്കിലേക്ക് നടക്കുകയാണ്. അത് നടന്ന് ഇതാ ഇവിടെ എത്തുമ്പോഴേ നോക്കി നിങ്ങൾ, ഇത് ശരിക്കും ഉണ്ടല്ലോ മക്കാസറിൻ്റെ ഒരു മറൈൻ ഡ്രൈവ് ഏരിയ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതുണ്ട് ആ ഒരു ഭാഗങ്ങളിലൊക്കെ കടലിങ്ങനെ കയറി കിടക്കുന്ന ഭാഗം. ഒരുപാട് ഹോട്ടൽസാണ് കേട്ടോ ആ കാണുന്നത്. അതെല്ലാം നമുക്കിവിടെ കാണാം. ഞാനത് അങ്ങ് ആ ഒരു ഹോട്ടലിൻ്റെ പച്ച കാണുന്ന അവിടെ നിന്ന് വിടുന്നു. അതിൻ്റെയും ബാക്ക് സൈഡിൽ നിന്ന് കുറേ ഭാഗത്തു നിന്ന് നടക്കാൻ തുടങ്ങിയതാണ്. അങ്ങനെ നടന്നാണ് ഞാൻ ഇതാ ഇവിടം വരെ എത്തിച്ചേർന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ദൂരം നടന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതാ സെൻട്രൽ പോയിൻ്റ് എന്ന് പറഞ്ഞ് ബോർഡൊക്കെ എഴുതി വെച്ചേക്കുന്നത് ഈ ഒരു ബ്രിഡ്ജിലാണ്. അപ്പം ഈ ഒരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് നമുക്ക് ആ ഒരു മസ്ജിദിൻ്റെ അങ്ങോട്ട്, ഇതാ ഈ കാണുന്നതാണ് യഥാർത്ഥമായിട്ടുള്ള വട്ടം സെൻറ്റർ ഭാഗം. ഇവിടെ ഇങ്ങനെ ആളുകൾക്ക് നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെയുള്ള ഒരു സെറ്റപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് സെൻറ്റർ പോയിൻ്റ് ഓഫ് ഇന്തോനേഷ്യ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഏരിയ ഫോട്ടോ കൊള്ളണമെങ്കിൽ വലിയ പാടായിരിക്കും. ഈ മസ്ജിദ് കുബ 99 ഉണ്ടല്ലോ,
99 ആ ഒരു ഓറഞ്ച്, റെഡ്, അതുപോലെ തന്നെ യെല്ലോ, വൈറ്റ് കളറിലുള്ള ഡോംസ് ഉണ്ട് എന്നാണ് കേട്ടോ പറയുന്നത്. ഇത് ശരിക്കും അള്ളാഹുവിൻ്റെ 99 പേരുകളില്ലേ, ആ പേരുകളിൽ നിന്നും ഇൻസ്പയർ ആയിട്ടാണ് 99 ഡോംസ് ഇതിന് നിർമ്മിച്ചേക്കുന്നത്. ഇത് മസ്ജിദ് മാത്രമല്ല, മസ്ജിദിൻ്റെ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് പബ്ലിക്കിനൊക്കെ പോയി നിൽക്കാനും ഇരിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പക്ഷേ അത്യാവശ്യം നല്ല വെയിലാണ്, മുട്ടൻ വെയിലായതുകൊണ്ട് ആളുകളെയൊന്നും അധികം കാണാനില്ല കേട്ടോ. 2017 ഈ ഒരു മസ്ജിദ് പണി തുടങ്ങിയത്. അതിൻ്റെ ആ ഒരു മേളത്തെ ഡോമിൻ്റെ വർക്ക് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അങ്ങ് ടോപ്പിൽ ആളുകൾ കല്ലൊക്കെ പതിപ്പിക്കുന്ന പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക. അതാണ് കേട്ടോ അവിടെ ആൾക്കാരെ കാണുന്നത്. മുഴുവനായിട്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും സൺസെറ്റ് ടൈമിലുണ്ടല്ലോ അതിഗംഭീരമായിട്ടുള്ള വ്യൂ ആയിരിക്കും ഈ മസ്ജിദിന് ഇവിടെ നിന്ന്. അത് കൂടാതെ ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് ഒരു ബിൽഡിങ്ങിൻ്റെ പണി നടക്കുന്നുണ്ടോ നിങ്ങൾ. നമ്മളുടെ മലേഷ്യയിലൊക്കെ ഉള്ള ടിൻ ടവർ ഇല്ലേ, അതുപോലത്തെ ഒരു ടിൻ ടവർ, അതും ഇന്തോനേഷ്യയുടെ ഏറ്റവും സെൻട്രലായിട്ടുള്ള പോയിന്റിൽ ഇവർ വിഭാവനം ചെയ്തിട്ടുണ്ട്. അന്നേരം ഇപ്പോൾ അങ്ങനെ ഒരു ടിൻ ടവറിൻ്റെ പണിയാണ് കേട്ടോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത തവണ നമ്മൾ വരുമ്പോൾ അങ്ങ് മേലെ ഇങ്ങ് ആകാശം മുട്ടവും ഉള്ള ഒരു ടിൻ ടവർ നമുക്ക് ഈ ഒരു സെൻട്രൽ പോയിന്റിൽ കാണാൻ പറ്റും. ഇതൊക്കെ എന്താ പറയുന്നതെന്ന് അറിയാമോ, നമ്മളുടെ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഈ രാജ്യമേ വളർന്നുകൊണ്ടിരിക്കുക വലിയ രീതിയിൽ, അതിഗംഭീരമായിട്ടുള്ള രീതിയിൽ. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും സിംഗപ്പൂർ പോലെയൊക്കെ ഇവിടുത്തെ ഓരോ പട്ടണങ്ങളും മാറും എന്ന് തോന്നുന്നു. ഇന്ത്യയോടൊപ്പം അല്ലെങ്കിൽ ഇന്ത്യയെക്കാളും മേലെയൊക്കെ ഈ രാജ്യം വളരാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട് കേട്ടോ. നമ്മളും കട്ടയ്ക്ക് വളരുന്നുണ്ട്, അത് വേറെ കാര്യം. എന്നാലും എൻ്റെ പൊന്നോ, നടന്നൊരു വഴിയായി. കുറച്ച് നേരം ഇവിടെ ആണെങ്കിൽ നല്ല കാറ്റുണ്ട്. ഈ സെൻട്രൽ പോയിൻറ്റിൽ കുറച്ച് കാറ്റും കൊണ്ട് ഞാൻ ഇരിക്കട്ടെ, ചിന്തിക്കട്ടെ ഇനിയിപ്പോൾ എങ്ങടെ പോകുന്നതെന്നുള്ളത്. അല്ല, സലീം വിളിക്കുന്നുണ്ട്, സലീമിൻ്റെ അടുത്തോട്ട് പോകണം. ഇവിടെ നിന്നൊരു ഓട്ടോയോ ഇവിടെ നിന്നൊരു സ്കൂട്ടർ ബുക്ക് ചെയ്യാം, കുറച്ച് നേരം വിശ്രമിച്ചിട്ടാവാം. ഹെൽമെറ്റ്. നേരെ സലീമിൻ്റെ അടുത്തോട്ടാണ് കേട്ടോ പോകുന്നത്. ഇവിടെ ഈ കാണുന്നുണ്ടല്ലോ മീനുകളുടെ ഒരു മാർക്കറ്റാണ് കേട്ടോ. വളർത്തു മത്സ്യങ്ങൾ. പിന്നെ ഈ കാണുന്ന ലൈൻ ഉണ്ടല്ലോ, പെട്രോൾ പമ്പിലേക്ക് എണ്ണ അടിക്കാനുള്ള വണ്ടികൾ വന്ന ലൈനാണ് കേട്ടോ. ഇത്രയും തിരക്കും. നമ്മൾ പക്ഷേ എണ്ണ അടിക്കാൻ കയറിയതല്ല, അതിൻ്റെ ഉള്ളിൽ കൂടിയുള്ള ഷോർട്ട് വഴി കയറിയതാണ് ഇവിടുത്തെ റോഡിലേക്ക്. ഞാൻ വന്നിറങ്ങി. എനിക്ക് അയച്ച ലൊക്കേഷൻ ഈ റസ് ഇന്ത്യ കമ്പനിയിൽ നിന്നാണ്. പക്ഷേ തൊട്ടപ്പുറത്ത് തന്നെ കണ്ട ഇസ്താംബുൾ കാർപ്പറ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഷോപ്പുണ്ട്. അതായിരിക്കണം ഷോപ്പ് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇത് തന്നെ വന്നു വന്നു ഇസ്താംബുൾ കാർപ്പറ്റ്. യെസ്, हेलो बढ़िया ठीक ठाक. आप कैसे हैं? शुक्र है. सुनाओ दिन कैसा गुजरा मकासर में? ठीक गुजरा? ठीक. आ जाओ हमारे दुकान पे आ जाओ. अच्छा बढ़िया. ഇതാണ് കേട്ടോ ഷോപ്പ്. ഓക്കെ, ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഉണ്ടല്ലോ സലീം വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള ട്രീറ്റാണ്. ഇത് പാകിസ്ഥാനിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നാണ് പറഞ്ഞത്. കുറേ ഡ്രൈ ഫ്രൂട്ട്സ് കാര്യങ്ങളുണ്ട്, ജ്യൂസ്, അതുകൂടാതെ പാകിസ്ഥാനിൽ നിന്ന് തന്നെ കൊണ്ടുവന്ന സ്പെഷ്യൽ ടീ ഒക്കെ ഉണ്ട്. അതിനുശേഷം കുറച്ച് നേരം ഞാൻ വർത്തമാനം പറയട്ടെ. ഇവിടെയുള്ള ബാക്കി പോകേണ്ട സ്ഥലങ്ങളൊക്കെ എനിക്ക് സജസ്റ്റ് ചെയ്ത് തരുവാണ്. ശേഷം ഇതൊന്ന് കാണണം, ഈ സാധനം എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ഉള്ള അറിയണം. നമ്മുടെ നാട്ടിലും കാർപ്പറ്റിന് എങ്ങനെയാണ് ഡിമാൻഡ് ഉണ്ടോ? ഈ സാധനമൊക്കെ നാട്ടിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിന് ചാൻസസ് ഉണ്ടോ ഒക്കെ നിങ്ങൾ കമൻറ്റിൽ പറ. ഇത് ഇവിടെ നിന്നും അങ്ങോട്ടേക്ക് എങ്ങനെ എത്തിക്കാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഉണ്ടല്ലോ ഈ ഷോപ്പിലേക്ക് ഈ പറയുന്ന മാറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് 2 രാജ്യങ്ങളിൽ നിന്നാണ് പ്രധാനമായിട്ടും. ഒന്ന് വന്നിട്ട് തുർക്കിഷ്, അപ്പോൾ അതാണ് ഇവിടെ പുറത്തിരിക്കുന്നത്. അതുകൂടാതെ ഉണ്ടല്ലോ ഇറാനിൽ നിന്നും ഈ ഒരു കാർപ്പറ്റുകൾ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ 2 രാജ്യങ്ങളിലാണ് അത്യാവശ്യം നല്ല റേറ്റിൽ നല്ല ക്വാളിറ്റിയുള്ള കാർപ്പറ്റുകൾ കിട്ടുന്നതെന്നാണ് കേട്ടോ സലീം പറഞ്ഞത്. ഇതുണ്ടല്ലോ നമ്മൾ കാശ്മീരിലൊക്കെ കാണുന്ന ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കാർപ്പറ്റുകളില്ലേ, അതുപോലല്ല, ഇതെല്ലാം മെഷീൻ വർക്കുകളാണ്. കാശ്മീരിൽ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള കാർപ്പറ്റുകൾ വരുന്നുണ്ട് ഇതുപോലത്തെ. അതുകൂടാതെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഷീൻ വർക്കിൻ്റെയും വരുന്നുണ്ട്. ഇവർക്കുണ്ടല്ലോ ഇവിടെ 4 ഷോപ്പുകൾ, അതായത് മക്കാസറിനെ ചുറ്റിപ്പറ്റിയിട്ട് 4 ഷോപ്പുകൾ ഇവിടെ മാത്രമായിട്ടുണ്ട്. ഈ ഒരു കാർപ്പറ്റൊക്കെ കണ്ടെങ്കിൽ ഇതെല്ലാം ഇറാനിൽ നിന്ന് വന്നതാണ്. ഓക്കെ, ഹാൻഡ് മെയ്ഡ് ലുക്കിൽ മെഷീനിൽ ചെയ്യുന്നതാണ്. आप जज नहीं कर सकते कि ये हैंडमेड है मशीन में. ओनली एक्सपर्ट आपको बता सकते. ഓക്കെ, അപ്പോൾ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഹാൻഡ് മെയ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് പറയാനും പറ്റത്തില്ല എന്നാണ് കേട്ടോ പറഞ്ഞത്. ഇനിയിപ്പോൾ എനിക്കറിയാൻ പറ്റില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ ഹാൻഡ് മെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലത്തെയൊക്കെ തന്നെയാണോ വരുന്നത് എന്നുള്ളത്. ഓക്കെ, പക്ഷെ ഇവിടെ ഇവർ ഹാൻഡ് മെയ്ഡ് അല്ല മെഷീനാണെന്ന് തന്നെ പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. നൈസ് വർക്കാണ് കേട്ടോ. അതാണ് ഇറാനിൻ്റെ കാർപ്പറ്റുകളുടെ പ്രത്യേകത. ഡീറ്റെയിൽഡായിട്ട് കണ്ടു നിങ്ങൾ ആ സെൻറ്ററിൽ നിന്ന്. നൈസ്.
ये जो है दोस्त ये दिखा दो आपके ऑडियंस को, ये मॉडर्न डिजाइन है ना. അതുകൊണ്ടല്ലോ തുർക്കിയിൽ നിന്ന് വന്നേക്കുന്ന ഈ ഒരു കാർപ്പറ്റുകളൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും എല്ലാം ഒരു മോഡേൺ ഡിസൈനാണ്. കണ്ടോ നിങ്ങൾ നമ്മളുടെ ഈ ഒരു ഈ ടൈലൊക്കെ ഇല്ലേ, ടൈലിൻ്റെയൊക്കെ ഏകദേശം ഡിസൈനൊക്കെ വരില്ല, ആ ഒരു രീതിയിലുള്ള പല ഷെയ്ഡുകളൊക്കെ നമുക്ക് കാണാം. പക്ഷേങ്കിൽ ഇറാനിൽ നിന്ന് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ നേരത്തെ കണ്ട പോലത്തെയുള്ള ആ ഒരു കുറേയധികം വർക്കുകളൊക്കെ ഉള്ളത്. നമ്മുടെ കാശ്മീരിലും ഏകദേശം ഈ ഒരു രീതിയിലാണ്, ഇറാനിയൻ സ്റ്റൈൽ തന്നെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഈ വർക്കുകളൊക്കെ ഉള്ളതാണ് വരുന്നത്. ഇപ്പോൾ ഉണ്ടല്ലോ ഇന്തോനേഷ്യയുടെ ഒരു ട്രെൻഡ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിങ്ങൾക്കറിയാം ലോകത്ത് ഏറ്റവും അധികം മോസ്കുകളുള്ള ഒരു കൺട്രി എന്ന് പറയുന്നത് ഇന്തോനേഷ്യയാണ്. അപ്പോൾ പുതിയ ഓരോ മോസ്ക് പണിയുമ്പോഴും അവിടെ ഈ ഒരു ഫ്ലോറിലൊക്കെ മാറ്റ് നിർബന്ധമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിന് നല്ല കച്ചവട സാധ്യതയുണ്ട് അത്രേ. ഇപ്പോൾ മോഡേൺ ആയിട്ടുള്ള കാർപ്പറ്റുകളാണ് ഇവിടെ അധികം പോകുന്നതെന്ന്. കണ്ട, അങ്ങനെ ഒരു ബിസിനസ്സിൻ്റെ ഒരു തന്ത്രം കൂടി നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ബിസിനസ് സാധ്യത. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് സലീമിൻ്റെ വേറെ 2 സുഹൃത്തുക്കൾ കൂടി വന്നു. രണ്ടുപേരും പാകിസ്ഥാനിൽ നിന്ന് തന്നെയാണുള്ളത്. ഒരാൾ വന്നിട്ട് പാകിസ്ഥാനിലെ പഞ്ചാബിൽ നിന്നും, വേറെ ആൾ വന്നിട്ട് പാകിസ്ഥാനിലെ തന്നെ ജിൽജിറ്റ് സൈഡിൽ നിന്നുമാണ് കേട്ടോ. നോക്കി നിങ്ങൾ, നമ്മുടെ കേരളം, തമിഴ്നാട്, ആന്ധ്ര എന്നൊക്കെ പറയുന്ന പോലെ പാകിസ്ഥാനും ഇതുപോലുള്ള പല പല ഭാഗങ്ങളും പല വ്യത്യസ്തരായിട്ടുള്ള ഭാഷകൾ പറയുന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. ഞാനങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി, പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നേരം ഇരുട്ടിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോഴേ നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ടൗണിൻ്റെ ഭാഗത്തോട്ട് പോകണം. നാളെ രാവിലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം കിട്ടി. അതാണ് ഇന്നിവിടെ വന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണമുണ്ടായിട്ടുള്ളത്. അപ്പം ആ ഒരു ഏരിയയിലും വന്നിട്ട് നമ്മളുടെ സലീമിന് ഷോപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഒരുപാട് അവിടുത്തെ വിശേഷങ്ങളും ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു. നൈസ്. നമ്മളുടെ തൊട്ടടുത്ത രാജ്യത്തു നിന്നുള്ള ആൾക്കാരെ തന്നെ കാണാനൊക്കെ പറ്റിയല്ലോ. ഇനിയിപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നേരെ നടക്കുകയാണ്. എന്നിട്ട് ഇന്ന് നമുക്കേ ഈ ഒരു ടൗണിനോട് ചുറ്റിപ്പറ്റി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് താമസമാക്കാം. അത് കഴിഞ്ഞിട്ട് നാളെ ഏർലി മോർണിംഗ് നമുക്ക് ഈ ഒരു ടൗണിനോട് ബൈ പറയണം. സൂര്യനൊക്കെ അസ്തമിച്ച് ആകാശമൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇതെന്താ ഇത്? ഉത്തര ഹിൻഡ ടൗണിൻ്റെ പ്രധാന വീതിയിലൂടെ ഞാൻ നേരെ വെച്ച് പിടിക്കുകയാണ്. ഗൂഗിൾ മാപ്പിൽ ഇവിടെ അടുത്തായിട്ടൊരു ഹോട്ടൽ കണ്ടിട്ടുണ്ട്. വലിയ റേറ്റ് കാണിക്കുന്നില്ല, പോയി നോക്കട്ടെ. പിന്നെ നാട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചന്ദ്രന് അത്യാവശ്യം വലിപ്പം നല്ല കുറവായിരുന്നു. ഇവിടെ കണ്ടെങ്കിൽ ചന്ദ്രൻ അത്യാവശ്യം പൂർണ്ണനായിട്ടുണ്ട്, പൂർണ്ണചന്ദ്രൻ. നമുക്ക് ഈ ടെൻറ്റ് കൊണ്ട് ടൗണിൽ വലിയ ഉപയോഗമില്ല കേട്ടോ, കാര്യമില്ല. കാരണം ഇതൊന്നും ഇവിടെ അടിക്കാൻ പറ്റത്തില്ല. ഈ ഭാഗത്തെ വേറെയും കാർപ്പറ്റുകളുടെ ഷോപ്സ് ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഇത് മറ്റൊരു കാർപ്പറ്റാണ്, അൽ ബറാക്കത്ത്. ചെറിയ ഹോട്ടലാണോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറുതൊന്നുമില്ല കേട്ടോ, അത്യാവശ്യം വലിയ ഹോട്ടലാണ്. റേറ്റ് ഇന്നലത്തെ പോലെ തന്നെ 2 ലക്ഷം രൂപ, അതായത് നമ്മളുടെ ഒരു 1100 രൂപയെ നമുക്ക് റൂം കിട്ടി. ഇതുണ്ടല്ലോ റൂൾസിൻ്റെ ഒരു ഇത് ഞാൻ സൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പം അതെന്താണെന്നുള്ളത് വായിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാറ്റ് GPT ഇട്ട് കൊടുത്തിട്ട് അത് വായിച്ച് നോക്കുമായിരുന്നു കേട്ടോ ഇത്രയും നേരം. കാരണം നമുക്കറിയാത്ത എന്തെങ്കിലും റൂൾസ് ഉണ്ടോ എന്നുള്ളത് അറിയാണല്ലോ. ഞാനാണ് ഒപ്പിട്ട് കൊടുത്തു. അപ്പോൾ ദുരിയാൻ പഴം കയറ്റാൻ പാടില്ല, മാങ്ങാപ്പഴം കയറ്റാൻ പാടില്ല. അതൊക്കെ കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ലക്ഷം, അതായത് 1 മില്യൺ രൂപയാണ് കേട്ടോ ഫൈൻ വരുന്നത്. അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ഉണക്കമീൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം. ഓക്കെ, ഇതാണ് നമ്മളുടെ 1100 രൂപയുടെ റൂം. ഡബിൾ ബെഡ് കാര്യങ്ങൾ, ചെറിയൊരു TV. മറ്റേതായിരുന്നു കേട്ടോ കുറച്ചും കൂടി ബെറ്റർ. പക്ഷേങ്കിൽ അത് ഓൺലൈനിൽ ബുക്ക് ചെയ്യുമ്പോൾ മാത്രമേ അത്രയും രൂപയ്ക്ക് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ 3 ലക്ഷം രൂപയാണ്. ഇത് 2 ലക്ഷം രൂപ ഡയറക്റ്റ് വന്നാലും. പിന്നെ ഇവിടെ ഒരു അലമാര കാര്യങ്ങളൊക്കെ ഉണ്ട്. ബെഡ് കുഴപ്പമില്ല. പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യൂ വന്നിട്ട് ഇതിങ്ങനെയാണ്. വലിയൊരു വേറെ ഏതോ 5 സ്റ്റാർ ഹോട്ടൽ നമുക്ക് അവിടെ കാണാം. അത് കൂടാതെ നമ്മളുടെ മെയിൻ റോഡ് ഇതാ ഇവിടെയുണ്ട്. കൊള്ളാം. കടൽ, ഇവിടെ വെള്ളമെല്ലാം ഉണ്ടല്ലോ. തേനെ നമ്മൾ കടലിൻ്റെ അടുത്തെത്തിയോ? അല്ല, കുളമാണെന്ന് തോന്നുന്നു കേട്ടോ ഈ കാണുന്നത്. ഇവിടെ താഴെയായിട്ട് ആ ഒരു ഭാഗത്ത് നമ്മൾ ആ ഒരു ഭാഗത്ത് ഉണ്ടെങ്കിൽ ലൈറ്റൊക്കെ കുറേ ചുമന്ന കുടകൾ കാണാം. അത് ഫുഡ് സ്ട്രീറ്റാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് റെഡി ആയതിനു ശേഷം ഫുഡ് സ്ട്രീറ്റിലോട്ട് പോവാം. ബാത്റൂം നിങ്ങളെ കാണിച്ചില്ലല്ലോ, ബാത്റൂം കൂടി കാണിക്കാം. ഇതാണ് ബാത്റൂമേ. ഒരു ബ്രഷും പേസ്റ്റൊക്കെ 2 ബ്രഷും പേസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊന്നുമില്ല, കെറ്റിൽ പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഞാനിതാ ഡ്രസ്സൊക്കെ അലക്കിയിട്ട് കുളിയെല്ലാം കഴിഞ്ഞു. എല്ലാ ദിവസവും വരുമ്പോൾ അപ്പം ഡ്രസ്സ് അലക്കിയിട്ടിട്ടുണ്ടെങ്കിൽ അധികം കുഞ്ഞു കൂടത്തില്ല, കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കും. പിന്നെ റൂംസ് കിട്ടുമ്പോഴാണല്ലോ നമുക്ക് ഡ്രസ്സൊക്കെ അലക്കാൻ പറ്റുമോ. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ എൻ്റെ അലക്കലിൻ്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം പോർട്ടിൽ പോയി
ആ ഒരു ടിക്കറ്റിൻ്റെ ബുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ഒരു 3 ദിവസം കൂടി കഴിഞ്ഞിട്ടേ നമ്മുടെ ഷിപ്പിൻ്റെ ഡേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ ആ സമയത്തിന് എന്ത് ചെയ്യുന്നുള്ളത് നമുക്ക് തീരുമാനിക്കണം. കൂടാതെ നമ്മൾ ടെൻറ്റ് കാര്യങ്ങളൊക്കെ വാങ്ങി, അപ്പം ആ കാര്യം സെറ്റാണ്. ഇനിയിപ്പോൾ ഫ്രീ ആയിട്ട് എവിടെയും ട്രാവൽ ചെയ്യാം. അതാണ് നമ്മളുടെ ഗുണം. ഈ ഒരു സ്റ്റേ നോക്കി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇൻറ്റീരിയർ വില്ലേജുകളിലൊക്കെ ധൈര്യമായിട്ട് അങ്ങോട്ട് ഇറങ്ങിച്ചെല്ലാം. എന്നിട്ട് നമുക്ക് ചേച്ചി ഒരു ടെൻറ്റ് അടിച്ചോട്ടെ എന്ന് വീടിനോട് ചേർന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് ടെൻറ്റൊക്കെ അടിക്കാൻ പറ്റും. അതാണ് ഈ ഒരു ടെൻറ്റ് കൂടെ കരുതുന്നതിൻ്റെ ഒരു ഉപകാരം എന്ന് പറയുന്നത്. ഇത്രയൊക്കെയായിരുന്നു കാര്യങ്ങൾ. ഇനിയിപ്പോൾ നമ്മൾ ബാക്കി ഈ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് കാണാനുള്ളതെന്നുള്ളത് ഇപ്പോൾ സലീമിനെ കണ്ടപ്പോൾ സലീം കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം നാളത്തെ ദിവസം നമുക്ക് ആ ഒരു കാഴ്ചകളിലോട്ടൊക്കെ പോകണം. അതിന് മുമ്പായിട്ടുണ്ടല്ലോ, നിങ്ങൾ നമ്മളുടെ അൽദീനെ ഓർക്കുന്നുണ്ടോ? ഫ്ലൈറ്റിൽ നമ്മുടെ തൊട്ടടുത്തിരുന്ന അൽദി. അപ്പോൾ അൽദിയുടെ താമസം മക്കാസാറിൽ തന്നെയാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, മക്കാസാറിൻ്റെ രാത്രി കണ്ടിട്ടില്ലല്ലോ. ഇല്ല. അപ്പോൾ ഇവിടെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ രാത്രി കാണാൻ പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. ആൾ ഓൺ ദ വേ ആണ്, വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുള്ളിക്കാരൻ്റെ കൂടെ പോയിട്ട് ഈ സുലാവസിയുടെ നൈറ്റ് ലൈഫ് എങ്ങനെയാണ് എന്നുള്ളതൊന്ന് കാണാവേ. നോക്കാലോ എങ്ങനെയാണ് എന്നുള്ളത്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് മറക്കല്ലേ.